ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമ്മളിന്ന് 11ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരിങ്ങനെയാണ്, അധ്വാനിച്ച് ഭക്ഷിക്കുക. അപ്പോൾ മക്കളെ, എന്താണ് ഈ അധ്വാനം എന്ന് പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും അധ്വാനിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു കർഷകൻ കൃഷി ചെയ്ത് മണ്ണിൽ വിളവെടുക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മുടെ വൈപ്പിങ്ങരക്കാരില്ലേ, ഇപ്പോൾ ഇവിടെ അനേകം മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കടലിലും കായലിലൊക്കെ പോയി മത്സ്യം പിടിക്കുന്ന കണ്ടിട്ടില്ലേ? പോട്ടെ, നിങ്ങളുടെ അപ്പച്ചൻ അല്ലെങ്കിൽ അമ്മച്ചി വീട്ടിൽ ജോലികൾ ചെയ്ത് അധ്വാനിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഓരോരോ അധ്വാനങ്ങളാണ്. ഇനി നിങ്ങൾ അധ്വാനിക്കാറുണ്ടോ? നിങ്ങളെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളും ഓരോരോ അധ്വാനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യമായിട്ട് ഈ ഒരു അധ്വാനം കാണുന്നത് നമ്മുടെ ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ദൈവം ലോകവസ്തുക്കളെല്ലാം തൻ്റെ അധ്വാനത്തിലൂടെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഈ ലോകവസ്തുക്കളുടെ മേലെ ആ ഒരു അധികാരം നമ്മൾക്ക്, അതായത് മനുഷ്യർക്ക് നൽകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നീ അധ്വാനിച്ച്, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നീ അധ്വാനിച്ച് അപ്പം ഭക്ഷിക്കുക എന്ന് ഉൽപ്പത്തി 3:19 നാം കാണുന്നു. പിന്നീട് നാം കാണുന്നു എല്ലാവരും അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കായേനും ആബേനും ആയിക്കൊള്ളട്ടെ, അബ്രഹാം ആയിക്കോട്ടെ, അബ്രഹാത്തിൻ്റെ സന്തതി പരമ്പര മുഴുവൻ ആയിക്കൊള്ളട്ടെ, യേശു ആയിക്കൊള്ളട്ടെ, നമ്മുടെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപിതാവ് ആയിക്കോട്ടെ, യേശുവിൻ്റെ ശിഷ്യന്മാർ, പിന്നീട് വന്ന അപ്പോസ്തലന്മാർ, എല്ലാവരും തങ്ങളെ കൊണ്ടാവും വിധം അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ എപ്രകാരമാണ് നാം അധ്വാനിക്കേണ്ടത്? അതിന് ഉദാഹരണമാണ് പഴയ നിയമത്തിലെ നമ്മുടെ നോഹ എന്ന കഥാപാത്രം. നോഹ വളരെ ദൈവത്തിന് വളരെ പ്രീതിപ്പെട്ട് വളരെ വിശ്വസ്തനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ. അപ്പോൾ ഭൂമിയിലുണ്ടാകുന്ന വലിയൊരു ജലപ്രളയത്തിൻ്റെ ഒരു സൂചന നോഹയ്ക്ക് ദൈവം നൽകിയപ്പോൾ നോഹ തൻ്റെ അധ്വാനത്തിലൂടെ ഒരു വലിയൊരു കപ്പലുണ്ടാക്കുന്നു, ഒരു ഷിപ്പ്. എന്നിട്ട് അതിലൂടെ തന്നെയും തൻ്റെ കുടുംബത്തെയും മാത്രമല്ല അതിലൂടെ നോഹ രക്ഷിക്കുന്നത്, തന്നെ കൊണ്ടാവും വിധം കുറേ അധികം ജീവജാലങ്ങളെയും കൂടി നോഹ രക്ഷിക്കുന്നു. അപ്പോൾ ഇപ്രകാരമുള്ളൊരു അധ്വാനത്തിലൂടെ, അതായത് ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള അധ്വാനത്തിലൂടെ, മറ്റുള്ളവർക്കും കൂടി പങ്കുവെച്ചുകൊണ്ടുള്ള അധ്വാനത്തിലൂടെ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള അധ്വാനം, അർഹമായതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതൊരു അത്യാഗ്രഹമായിട്ട് മാറുന്നു. നിങ്ങൾക്ക് പഴയ നിയമത്തിൽ നമ്മുടെ നാബോത്തിൻ്റെ കഥ മനസ്സിലായിട്ടുണ്ടാവും. നാബോത്ത് ഇസ്രായേൽ രാജാവായ ആഹാബ് രാജാവിൻ്റെ കാലത്തായിരുന്നു നാബോത്ത് ജീവിച്ചിരുന്നത്. ഈ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപത്ത് തന്നെ നാബോത്തിന് ഒരു നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുന്തിരിത്തോട്ടം കണ്ടിട്ട് ആഹാബ് രാജാവ് അത് സ്വന്തമാക്കാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചു. നിനക്ക് എന്ത് വേണം? സ്വത്ത് വേണോ? പണം വേണോ? എന്ത് സൗഭാഗ്യം വേണം ഞാൻ തരാം, എനിക്ക് ആ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും വേണമെന്ന് ആഹാബ് രാജാവ് നാബോത്തിനോട് പറയുകയാണ്. എന്നിട്ട് എന്നാൽ പിതൃസ്വത്തായി കിട്ടിയ ആ മുന്തിരിത്തോട്ടം നൽകാനായിട്ട് നാബോത്ത് വിസമ്മതിച്ചു. എന്നാൽ ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ജെസബൽ ആ നാബോത്തിനെതിരെ 2 നീചന്മാരെ അയക്കുകയും അവൻ ദൈവഭൂഷണം പറഞ്ഞു എന്ന് പരത്തി അവനെ വിധിക്കുകയും ചെയ്യുന്നുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകനായ ഏലിയായെ അങ്ങോട്ട് അയച്ച് അവരെ ശിക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് നാം ശ്രമിക്കണം. ഒരു കൊച്ചു ചെറുകഥ അതിങ്ങനെയാണ്. ഒരിക്കലും വിശന്ന് പറഞ്ഞ സിംഹം ആ ഇരയെ തേടി കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് നടന്നപ്പോൾ തന്നെ ഒരു ഇരയെ കിട്ടി. മുയലായിരുന്നു ആ ഇര. മുയലിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അതിലൂടെ ഒരു മാൻ പോകുന്നത് കണ്ടിട്ട്. അപ്പോൾ ഈ മാൻ പോകുന്ന സമയത്ത് മുയലിനേക്കാളും വലിയ ഇരയാണല്ലോ ഈ മാൻ. അപ്പോൾ മുയലിനെ വിട്ട് മാൻ്റെ പിന്നാലെയായി നോട്ടം. മാനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിലൂടെ ഒരു ജിറാഫ് പോകുന്നത് കണ്ടത്. പിന്നെ ഈ മാനിനെ വിട്ട് ഈ ജിറാഫിൻ്റെ പുറകെയായി. ജിറാഫിനെ കുറേ ഓടിച്ചിട്ടെങ്കിലും ജിറാഫിനെ കിട്ടിയില്ല. അപ്പോഴത്തേക്കും കുറേ കാട്ടുപോത്തുകൾ ഈ ജിറാഫിനെ ചുറ്റും വലഞ്ഞിരുന്നു. അങ്ങനെ വളരെ നിരാശനായ ഒരു സിംഹം താൻ ആദ്യം കണ്ടെത്തിയ മുയലിനെ തേടി തിരിച്ചെത്തി എന്നാണ് ഒരു കൊച്ചു കഥ. അപ്പോൾ മക്കളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് നാം ശ്രമിക്കണം. അത്യാഗ്രഹം ആപത്താണ്. ന്യായമായ രീതിയിൽ വസ്തുവകകൾ സമ്പാദിക്കാനും അത് അനുഭവിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അതിമോഹം അത് അത്യാഗ്രഹത്തിലേക്കും ആപത്തിലേക്കും അസൂയയിലേക്കൊക്കെ നയിക്കുന്നു. ഒരുവൻ്റെ ഉയർച്ച കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം, അല്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത, അതാണ് ഈ അസൂയ എന്ന് പറയുന്നത്. ലൂക്ക 12:15 നാം ഇങ്ങനെയാണെന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ. മനുഷ്യ ജീവിതം ഒരിക്കലും സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. നമുക്കറിയാം, ഒരു യുവാവ് യേശുവിനെ കണ്ടു ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൻ കൽപ്പനകളെല്ലാം പാലിച്ചാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ യേശു അവനോട് പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ ഒന്ന് അനുഗമിക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. അപ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് സമ്പത്തിൽ ശ്രദ്ധിക്കുന്നവരോട് ദൈവം ഇങ്ങനെ പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം
ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ജീവിതത്തിലൂടെ നാം എന്താണ് ആഗ്രഹിക്കേണ്ടത്? നമ്മളുടെ ഏറ്റവും വലുതും ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സഖ്യബൂസിന് എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്ത്, സൗഭാഗ്യം, അധികാരം. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ, ദൈവത്തെ കാണാൻ വേണ്ടി ആ സിക്കമൂർ മരത്തിലൊന്ന് കയറിയപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. അപ്പോൾ നമുക്കും സഖ്യബൂസിനെ പോലെ ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കാം, എൻ്റെ ജീവിതത്തിൽ ദൈവമാണ് ഏറ്റവും വലുത്. അപ്പോൾ ദൈവത്തെ മറന്നുകൊണ്ടുള്ളൊരു അധ്വാനം, അത്യാഗ്രഹം ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടുള്ളൊരു അത്യാഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പണം, സൗഭാഗ്യങ്ങൾ ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനൊരു ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടാവായ ദൈവമേ, അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കി ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.